ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു വർഷത്തോളമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് രണ്ടാമത് ഞങ്ങളിപ്പോൾ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ലച്ചുനും പാറുവിനും ഇത് 4ാമത്തെ പിറന്നാളാണ്. അപ്പോൾ ഇന്ന് ലച്ചുവിൻ്റെയും പാറുവിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ ലച്ചുവിനെയും പാറുവിനെയും ആറന്മുള അമ്പലത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിയിൽ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് ബർത്ത്ഡേ ചെറിയ രീതിയിൽ പിന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സന്ധ്യാമ്മ ഇച്ചിരി പനിയാണ്, ഇല്ല കേക്ക് തിന്നാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പനിയാന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മേടിച്ച് കൊടുക്കത്തില്ല. അതിനാണ് എൻ്റെ എച്ച് പറഞ്ഞത്. എനിക്ക് പനിയില്ലേ, പനിയെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടും. അപ്പോൾ സന്ധ്യാമ്മ ഇല്ലാത്ത 2ാമത്തെ പിറന്നാളാണ് ലച്ചുവിൻ്റെയും പറഞ്ഞത്. അതിൻ്റെ ഒരു കുറവുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് താമസിച്ചത്, അപ്പുറത്തേക്ക് പോകാൻ താമസിച്ചത്. എന്തായാലും ഇറങ്ങാണ്. അമ്മ നേരത്തെ മുന്നിൽ പിന്നെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പോകാം, ആറന്മുള അമ്പലത്തിലേക്ക് പോവാണ്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷാപ്പാണ്. പൈസയൊക്കെ തൊഴിലൊക്കെ ലച്ചുനും പാറുവിനും പോകാൻ ധൃതിയായി. അവിടെ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ധൃതി വെക്കുന്നു. എന്താ ലച്ചു ഇതിലെ പോയി ഇതിലേ കയറും. അത് മേപ്പോട്ട് അടിച്ചാൽ മതി, പട്ടി പോട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്, ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര കാറ്റും മഴയൊക്കെ, 2-3 ദിവസമാണ് മഴയാണ്. അപ്പം മഴ ഇച്ചിരി ചോർന്ന് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛന് പോയാൽ പപ്പാൻ താത്ത അപ്പോൾ നമ്മളവിടെ പോവാ ഷൂട്ടിങ് എടുക്കാനാണ്. അമ്പലത്തിൽ പോയില്ലേ, വീഡിയോ പിടിച്ചപ്പോൾ ഷൂട്ടിങ്ങിന് പോകാന്നാ പറയുന്നത്. അമ്പലത്തിൽ പോകാനൊക്കെ നമ്മൾ വന്നിട്ട് അവിടുത്തെ കേക്ക് മേടിച്ചിട്ട് വന്ന് കേക്ക് മുറിച്ച് ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കും. കേട്ടാ. അപ്പോൾ നമ്മുടെ ഫാമിലിയെ മൊത്തം നമ്മൾ കാണിക്കണ്ടേ, കാണിക്കണ്ടേ. അപ്പം എല്ലാവരും നമുക്ക് കാണിക്കാം, കേക്ക് മുറിക്കുന്നത് കാണിക്കണം, അമ്പലത്തിൽ പോയ തൊഴിൽ കാണിക്കണം. റോഡൊക്കെ വളരെ മോശമാണ്, റോഡൊക്കെ വളരെ മോശമല്ലേ. നമ്മുടെ ഓട്ടോയ്ക്ക് പോകാൻ പറ്റത്തില്ല ഈ റോഡിൽ കൂടെ. റോഡൊക്കെ ഭയങ്കര മോശമാണെന്നാണ് ലച്ചും പാറും പറയുന്നത്. വണ്ടി കുലുങ്ങുന്നു, വണ്ടി കുലുങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ അധികാരികളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ റോഡുകളൊക്കെ ഒന്ന് നന്നാക്കി തരണം. കുഞ്ഞി പിള്ളേർക്കൊന്നും പറ്റത്തില്ല. കുഞ്ഞു പിള്ളേരൊക്കെ പരാതി പറയുന്നുണ്ട് കേട്ടോ, കുലുങ്ങുന്നെന്ന്. അപ്പോൾ നല്ല റോഡിൽ കയറും കേട്ടോ. നല്ല റോഡിലെത്തി. നല്ല റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആറന്മുള അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഉച്ചന് ചെറിയ ജലദോഷമായി ബർത്ത്ഡേ ആയിട്ട്. ഇന്നലെ വരെ പനിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആറന്മുള അമ്പലത്തിൽ എത്തുന്നു. രാവിലെ വരാമെന്നുള്ളതാണ്, ഉച്ചയായി. കൃഷ്ണനെ കാണാം, കൃഷ്ണനെ കാണാം.
അതെ ഏഴാമ്പലോ ആറന്മുള പോവാം അമ്പലത്തിൽ പോവാം. കയറിക്കും മഴ വരും ആണോ? നട അടച്ചതാണ്. 5 മണിക്ക് തന്നെ തുടങ്ങും. അകത്ത് തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. നല്ല മഴയുണ്ട്, രാവിലെ തൊട്ടേ മഴയാണ്. ഇതിൽ മഴ തോർന്നു നിൽക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേ കറണ്ട് ഒന്നും കാണത്തില്ല, കേസ് കട്ടിങ് ഒന്നും നടക്കത്തില്ല. സാധാ ഓരോ വീട് തൊലി പോവും, തുറന്നാളായിട്ട് തൊലി പോവും. വളർത്തു നോക്കട്ടെ, ഇവിടെ തൊഴിലാ മതി. ലച്ചുട്ടനും പാറോട്ടനും ഓട്ടത്തോടോട്ടമാണ്. ആറന്മുള അപ്പുറത്തും ചുറ്റും ഓട്ടത്തോടോട്ടമാണ്. ഓടി അങ്ങ് പോവുക, ഞങ്ങളെ നോക്കുന്നില്ല. ഓടി അങ്ങ് പോവുക. അങ്ങോട്ട് അത് നടയെ കടത്തില്ല. താഴെ ഇറങ്ങി ആറ്റിൽ നല്ല വെള്ളമാണല്ലോ. ആറ്റിൻ്റെ ഫുള്ള് മഴയായിട്ട് ആറ്റിൽ ഫുള്ള് വെള്ളമായി. നമുക്ക് നോക്കി തരാം. അവിടെ വെള്ളം ആറ്റിൻ്റെ വെള്ളം നോക്കി തരാം. ആറ്റിൽ വെള്ളം കയറിട്ടുണ്ട്. ആറ്റിൽ ചേട്ടാ ആറ്റിൽ മൊത്തം വെള്ളമായി. വാ, ആറ്റിൽ മൊത്തം വെള്ളമായി. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. കണ്ട, അപ്പൊ മഴയായിട്ട് ആറ്റിലൊക്കെ വെള്ളം കയറി തുടങ്ങി. നമ്മൾ വെള്ളം കണ്ടിരിക്കും. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മൊത്തം മഴ. കണ്ടോ, ഇവിടെ വള്ളംകളി നടക്കുന്നു. ഇവിടെ ആറന്മുള വള്ളംകളി നടക്കുന്നു. ലച്ചുവിന് ആറ്റിക്കോളം ആറ്റിലോ ആ വെള്ളം കുറയുമ്പോ ഭയങ്കര മഴയാ. വെള്ളം കൊണ്ട് അതെന്താ പോകുന്നത്? ഇല്ലെങ്കിലോ അതെന്തോ വെള്ളമാണ്. കാണാന്നോ വെള്ളത്തിലോ? ജീപ്പൊന്നുമില്ല, അത് തേങ്ങ പോയിച്ച തൊണ്ടാണ് ജീപ്പോ. ഇപ്പൊ ലച്ചനും വേറൊരു ആറ്റിൽ പോണമെന്ന്. ഞങ്ങൾക്ക് പോകണം, അവിടെ നിന്ന് അത്ര പഞ്ചില്ല, അതുകൊണ്ട് നീ കൊണ്ടുപോകുന്നു. ഓട്ടത്തോടോട്ടം. വീരല് വീരല് ഓട് 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 ഓട്. അവിടെ വേണം, അവിടെ വെള്ളമാ. ആറ്റി വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ അടിക്കേ കേട്ടോ. മഴ എന്താ മഴ വരുന്നത്? ഒരു പരിപാടി നടക്കത്തില്ല. മഴ അങ്ങോട്ട് പോകുന്നില്ല. ലച്ചു പനി പിടിക്കുന്നത്, പനി പിടിപ്പിക്കുമോ? വാ 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 വാ. ആൻ്റെ അടുത്ത് ഓടി കളിക്കും മോനെ. അപ്പൊ ലച്ചുനും പറഞ്ഞു സന്തോഷമായി. 4ാമത്തെ പിറന്നാൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു. അപ്പൊ അമ്പലത്തിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലൊക്കെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചാട്ടത്തോടെ ചാട്ടം. അതെ പിടിച്ചാൽ കിട്ടത്തില്ല, നമ്മൾ പുറകെ ഓടണം. ഹാപ്പി ബർത്ത്ഡേ. ചാട്ടൻ ഉമ്മ വാ പാറണ്ട ഉമ്മ. ചാട്ടൻ ഉമ്മ വെച്ചടാ ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പാർക്കുന്ന തട്ടൊക്കെ ഇരിക്കില്ല, അത് മടക്ക് പറയും. ഇറങ്ങുമോനെ.
ഇവിടെ കയറി പൈസ കൊടുക്കുന്നത് കൊലയൊക്കെ കിട്ടുന്നത് അവന്മാരെ ഇറക്കില്ല ചെണ്ടയൊക്കെ ഇരിക്കുന്നു അവന്മാർ അതൊക്കെ എടുത്ത് അടിക്കും നാശങ്ങളാണെങ്കിൽ അവിടെ ഇറങ്ങുന്നില്ല എത്തുമ്പോൾ വരുന്നില്ലെന്നോ അവിടെ ഇരിക്കുകയാണോ കാലതിൽ അടിയിൽ പോയാൽ ചതഞ്ഞു പോകും വാ അപ്പോൾ ലക്ഷ്യംപാറ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആറന്മുള അമ്പലത്തിൽ ഇപ്പോൾ 5:30 അമ്പലം തുറക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ പുറത്തുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് തൊഴുതിട്ടങ്ങ് പോവാണ് ലക്ഷ്യം ചോറൊന്നും കഴിച്ചില്ല ചെറുതാണ് ചോറൊക്കെ കൊടുക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേനും കേക്ക് മുറിക്കണം ഒരു കാര്യങ്ങളുണ്ട് എന്താ പറ്റിയമ്മേ അങ്ങനെ തങ്ങനെ കയറി നിൽക്കരുത് ദോഷം കിട്ടും അമ്മ എടുത്ത് കയറി നിൽക്കില്ല ദോഷം കിട്ടും ഇറങ്ങി താഴെ ഇറങ്ങി വളയൊക്കെ ആരാണ് കെട്ടിയേക്കുന്നത് അവിടെ കെട്ടിയേക്കുന്നത് ഒരുപാടായിട്ട് വള കെട്ടിയിട്ടുണ്ട് അത് വേണം മണി അടിക്കണം അത് തൊട്ടിലേക്ക് കെട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി അല്ലേ കുഞ്ഞുമാവ ഉണ്ടാകാൻ വേണ്ടി തൊട്ടിൽ കെട്ടിയേക്കുന്നത് കരിവളയൊക്കെ കെട്ടിക്കണുണ്ടോ കണ്ടോ അതെടുക്കല് അതെടുക്കല് ഓരോ അമ്മമാരെ കൊണ്ട് കെട്ടിയേക്കണോ വള നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം വള കേട്ടോ ആ അവിടെ പൈസ ഓടൽ ഇങ്ങോട്ട് പോ അവിടെ വെച്ച പൈസ എടുക്കരുത് അവിടെ വെച്ച അമ്മയ്ക്ക് വെച്ച പൈസ അല്ലേ അതെടുക്കരുത് അത് വേറെ പൈസ കൊള്ളാം ലക്ഷ്മംപാറ ഇവിടെ എല്ലാം ഒന്ന് ഓടി നടന്ന് കളിച്ചു എല്ലായിടത്തും കയറിയും തൊഴുതു ഓടല് വീഴും റോട്ടൊക്കെ പേടിയാണ് അങ്ങോട്ട് എവിടെ സൂര്യൻ ഓ സൂര്യൻ വേറെ വെച്ചോട്ടാ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോരുന്നു ചാടി കയറുന്നു അങ്ങോട്ട് പോയല്ലേ വെച്ചങ്ങോട്ട് പോയല്ലേ ഓടി തകർക്കുവാണ് ഇവിടെ അങ്ങോട്ട് ആറുണ്ടാവട്ടെ ഇവിടെ ഒറ്റക്കൊന്നും വരെ നമുക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ ഒരു 3-4 പേരൊക്കെ വേണം വെച്ചിട്ടാ അങ്ങോട്ടൊന്ന് പോരുത് ബാബാ അപ്പം ഇന്നത്തെ ഇവിടെ അമ്പലത്തിൽ വന്ന് തൊഴുതു കളിച്ചു ഞങ്ങൾ പോവുകയാണ് ഇനി പോയി കേക്കൊക്കെ മുറിക്കണം കടയിൽ ഇപ്പോൾ കേക്ക് കൊണ്ടുവന്ന് കാണും വാടാ മോനെ വാ പോവാം വാ വീണോ ആ കേക്ക് മുറിക്കാം പാപ്പ അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം ഓടി ക്ഷീണിച്ച് ലക്ഷ്മംപാറ വേണ്ടാ നേരെ എന്ത് കാണിക്കും എടാ ഉടുപ്പ് കീറുന്നു 5 മേടിച്ചു ഉടുപ്പ് പുത്തൻ ഉടുപ്പ് അത് കീറും എത്രയായിട്ട് കേക്ക് മുറിക്കണ്ടേ വേണ്ടാ മുട്ടുകാലം അറിയുന്നു മോനെ എനിക്ക് ഉടുപ്പ് കീറും മോനെ വാ അങ്ങോട്ടോട്ട് പോവാ ഉടുപ്പ് കീറും അവിടെ നടല്ലേ അമ്മ വാമേ ഉടുപ്പാനെ പോകാൻ പെട്ടെന്ന് വളർന്നിക്കണ്ട കീറോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവന്മാരുടെ കാര്യം ഇരിക്കുന്നത് എന്താ ചെയ്യുന്നത് പുത്തൻ ഉടുപ്പായിന്ന് കീറും ബർത്ത്ഡേ ആയിട്ട് ഉടുപ്പ് കീറും മോനെ ഉടുപ്പ് കീറും ഉടുപ്പ് എനിക്ക് മോനെ എനിക്ക് വാ എന്നിട്ട് വാ അവിടെ കിടന്നോ വാ പോവാം നമുക്ക് വാ മോനെ പോവാം ലക്ഷ്മംപാറ അവിടെ കിടക്കുവാണ് വാ അങ്ങനെ പ്രാർത്ഥിക്ക് പോവാന്നോ ശരി പോവാന്നോ ശരി അങ്ങോട്ട് ഭഗവാനോട് ഭഗവാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ആന കുതിര ഓടല് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി ഇവിടുത്തെ കൃഷ്ണനല്ല
കൃഷ്ണക്കോല് ഭഗവാൻ കൃഷ്ണ അഞ്ച് പൈസ ഇടും. 5 പൈസ ഇട്ട് നമുക്ക് പോവാം. നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കും. രണ്ടുപേരും കൈ പിടിക്കുക. മേലാണ് അവിടെ മേലില് കയ്യപ്പത്തില്ല പൈസ ഗോപികമാര് കൃഷ്ണനെ പൈസ നാലാമത്തെ പിറന്നാള് കൃഷ്ണന്റെ പാറിന്റെ 4ാമത്തെ പിറന്നാൾ. എവിടെ ഇനി അങ്ങോട്ട് പോവാം. കയറിക്ക് പോവാം. അതിനെ വേണം അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വാ. അതിനെ കയറി ഞാൻ പോവാം. വാ 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 വാ. അതിന് വഴിയില്ലല്ലോ. അതിന് വഴിയില്ല. അതിന് അതിനെ പകരം കയറിക്കേ. കൃഷ്ണൻ ചിരിക്കുന്നല്ല. പാപ്പാ മതി മതി. അപ്പം ഇനി ഞങ്ങൾ പോവുകയാണെ. പോയിട്ട് ഇനി കേക്കൊക്കെ മുറിക്കണം. ചാടി ഓക്കെ. വണ്ടി 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 നോക്കാം. ഇവന്മാരും ഞാൻ ഇവിടെ നല്ല കഴിക്കാൻ വേണ്ടി പോകാം. ദോശ ദോശ കഴിക്കാം. ദോശ ബിസ്ക്കറ്റാ വലിയ കേക്ക് മേടിച്ചിട്ടുണ്ട്. അത് കഴിച്ചാൽ പോരെ. ഇപ്പം നമുക്ക് ദോശ ഉണ്ടായിരുന്നു. ദോശ ഒന്നും കാണത്തില്ലായിരുന്നു. ചപ്പാത്തി ദോശ തന്നെ. അതാ ചോറ് കഴിക്കാം. വാ. ചോറ് ഇഷ്ടമല്ല, ദോശ ഇഷ്ടമല്ല. ഇതെന്തോ ഈ ബിസ്ക്കറ്റോ അത് കൊള്ളത്തില്ല. അടിച്ചു പൊളിക്കരുത്. അത് അടിച്ചു പൊളിക്കാതെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമേ. വിഷം തന്നെ പിള്ളേർ. നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. വാ കയറി 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 കയറി. മേടിച്ചാ കയറി 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 കയറി. അത് എന്താ ഉണ്ടെന്ന് ചോദിക്കട്ടെ ഞാൻ. കയറാം. അത് അങ്ങോട്ടാണ് കയറി പോവാ. അലമാരക്കകത്ത് ഇങ്ങോട്ട് വേണം. അടിക്കണം. ചോണ്ട പോയി എടുക്കും. ചോണ്ട എടുത്തോണ്ട് പോരുന്നു. അത് മതിയോ? എടുത്ത് സാധനമൊക്കെ എടുത്തോ പോവാ. അങ്ങനെ ഇരിക്കും. പൊട്ടിച്ച് എടുത്ത് എടുത്ത് പൊട്ടിച്ച് തരും. ഇനിയിപ്പോൾ മധുരം കേക്ക് കഴിക്കണം. കേക്ക് കഴിക്കണ്ടേ? അതും മധുരമല്ലേ? അതും മധുരമാണ്. കൊണ്ട് മേടിച്ചു കൊടുക്കാമോ? ഇപ്പം തുറന്ന് ബിസ്ക്കറ്റ് എടുത്തു. അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ പാവവും ബിസ്ക്കറ്റൊക്കെ എടുത്തു. ബിസ്ക്കറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ചായ കഴിച്ചിട്ട് കേക്ക് അവിടെ കൊണ്ട് വെച്ചാൽ അവർ കാത്തിരിക്കുന്നു. കേക്ക് കുറിക്കണ്ടേ? പോവാം. കഴിച്ചിട്ട് പോവാം. വെച്ചാൽ വേണ്ട. അമ്മച്ചി വരുമ്പോൾ നമുക്ക് ഒരെണ്ണം മേടിക്കാൻ പറയാം. അമ്മച്ചി വരുമ്പോഴേ ഒരെണ്ണം മേടിക്കാൻ പോകണം കേട്ടോ. അടുത്ത പ്രാവശ്യം അമ്മച്ചി വരുമ്പോഴേ അമ്പലത്തിൽ വരുമ്പോൾ മേടിക്കാം. വാ ഇന്ന് പോര്. ഇന്ന് പോര്. വാ. കണ്ടില്ലേ ആറന്മുളക്കണ്ണാടി? ആറന്മുളക്കണ്ണാടിയൊക്കെ കണ്ട് കയറി കയറി. ഈ ലക്ഷ്യം വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് മുറിക്കത്തില്ല ഞങ്ങൾ കേട്ടോ. കേക്ക് മുറിക്കത്തില്ല. അതാ കേക്ക് മേടിക്കണ്ട അമ്മ കടയിൽ കേട്ടോ. വെച്ച് വഴക്കുണ്ടാക്കുക. കയറി കുറെ കയറി.
പോലീസ് പിടിക്കും, ഫ്രണ്ട് കയറ്റാൻ പറ്റത്തില്ല. എന്തോ പറയുന്നത്, ഫ്രണ്ട് കയറ്റാൻ പറ്റത്തില്ല. പോലീസ് പിടിക്കും, അവിടെ പോലീസ് പിടിക്കും. അപ്പൊ ലച്ചുവിന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. കൊച്ചു പിള്ളേരെ വെച്ച് നിർബന്ധം പിടിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല പൂര മഴയാണ്, തകർപ്പൻ മഴയാണ്. അപ്പൊ ലച്ചുനും ബാലനും അമ്പലത്തിൽ ഓടിക്കളിക്കാനാണ് അത്ര സമയം ഭഗവാൻ കൊടുത്തത് അല്ലേ? ആ ഭക്തന്റെ അനുഗ്രഹം ഉണ്ടായി. ഇപ്പൊ ഭയങ്കര മഴയാണ്. അപ്പൊ ഈ മഴയത്ത് ഇനിയിപ്പോ കറണ്ടൊക്കെ പോകും. മഴയൊക്കെ ഇത് കറണ്ടൊക്കെ പോയി ഇനിയിപ്പോ കേക്കൊക്കെ മുറിച്ചത് എങ്ങനെയാ? കറണ്ട് പോകുന്നില്ല. തകർപ്പ മഴയാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ആണ് നമ്മൾ വീട്ടിൽ തന്നെ. അമ്പലത്തിൽ കിടന്ന് ചാടി ക്ഷീണത്തിൽ എത്തും. അല്ലാതെ വരുന്ന വഴിക്ക് നല്ല മഴയാണ്. കുറേ പോയി. ഇപ്പൊ കേക്ക് മുറിക്കുന്ന ചുറ്റുംപാറും വളർന്നതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് ചെറിയ രീതിയിൽ ആഘോഷിക്കണം. ഉറങ്ങട്ടെ, ഉയർത്തല്ലോ. മടി ക്ഷീണിച്ചു പോയി. അതുപോലെ ചാട്ടമായിരുന്നു. ചൂടായല്ലോ, ചെറിയ ചൂടുണ്ടല്ലോ. ചൂടുമാണ് കുഞ്ഞിന്. അപ്പോൾ ഇനി കേക്ക് മുറി കുറച്ച് താമസിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ലച്ചും പാറും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പം റെഡിയായി ഒരുങ്ങി. നല്ല കേക്ക് കട്ടിയാൽ റെഡിയായി നിൽക്കുകയാണ് ലച്ചും പാറും. മുറ്റത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. കുറച്ച് ബലൂണൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉടനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്യാൻ പോവാന്ന് പറ. കട്ട് ചെയ്യാൻ പോവാണ്. പറ. നമ്മളെ സപ്പോർട്ട് ചെയ്യണോ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഏട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും അച്ഛന്മാരും സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ടൊക്കെ ഞങ്ങൾ ഇനി ഉടനെ വരുന്നതാണേ. ഒരു വർഷമായിട്ട് ഞങ്ങൾ വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം പപ്പായും ചേച്ചിയും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ വരുന്നത് ഞങ്ങളപ്പോൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് 4ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത് പറയുന്നില്ല, വില പൈസ അടക്കും. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്ത് 4ാമത്തെ ബർത്ത്ഡേ അങ്ങോട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കും. കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഈ 4ാമത്തെ പിറന്നാൾ അങ്ങോട്ട് ചെറിയ രീതിയിൽ ആഘോഷിച്ച് നിർത്തുവാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ലച്ചുവിൻ്റെ ബാറിൻ്റെ പപ്പയും ചേച്ചി, പിന്നെ അവരുടെ ചേട്ടൻ, പിന്നെ ഞങ്ങൾ 4-5 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ആഘോഷിച്ച് 4ാമത്തെ പിറന്നാൾ ചെറിയ രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റ. ടാറ്റോട് പോകാൻ ടാറ്റോട് പോകാൻ ടാറ്റ. എല്ലാവർക്കും